നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാട്ടാനകൾക്ക് ഭീഷണിയായി കല്ലാർ മാലിന്യ പ്ലാന്റ്. ആനകൾ മാലിന്യം കഴിക്കുന്നത് തടയാൻ നടപടിയില്ല. ഭക്ഷിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ. കൊട്ടാരക്കര പുത്തൂരിൽ വേനൽ മഴയിൽ വൻ കൃഷിനാശം. നിലംപൊത്തിയത് 1.5 ഏക്കർ കൃഷി. വിഴിഞ്ഞം ബാലരാമപുരം തുരങ്കപാതയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. DPRൽ പെട്ടത് സ്കൂളുകളും പള്ളികളും. രണ്ടാം വിഴിഞ്ഞം സമരമെന്ന മുന്നറിയിപ്പുമായി സമരസമിതി. ബില്ലടച്ചാലും ഫ്യൂസ് ഊരുന്ന KSEB. വൈക്കം ജോയിന്റ് RTO ഓഫീസിലെ വൈദ്യുതിയും വിച്ഛേദിച്ചു. സേവനങ്ങൾ മുടങ്ങിയത് മണിക്കൂറുകളോളം. ആമയിഴഞ്ചാൻ തോട്ടിൽ മരിച്ച ജോയിയുടെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. കുടുംബത്തോട് റെയിൽവേ കാണിച്ചത് മനുഷ്യത്വമില്ലാത്ത നയമെന്ന് MP രാജേഷ്. വിശദമായ വാർത്തയിലേക്ക്. മൂന്നാർ കല്ലാറിലെ മാലിന്യ പ്ലാന്റിൽ നിന്നും ആനകൾ മാലിന്യം കഴിക്കുന്നത് നിയന്ത്രിക്കാൻ നടപടിയില്ല. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് കാട്ടാനകൾ ഭക്ഷിക്കുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെങ്കിലും ആനകൾ ഇവിടേക്ക് കടക്കുന്നത് തടയാൻ നടപടിയില്ലാത്തതിലും പ്രതിഷേധം ഉയരുന്നുണ്ട്. മാലിന്യ പ്ലാന്റിൽ കാട്ടാന സാന്നിധ്യം പതിവാണ്. ആദ്യമൊക്കെ പടയപ്പ മാത്രമായിരുന്നു എത്തിയിരുന്നതെങ്കിൽ പിന്നാലെ കൂടുതൽ ആനകളെത്തി. ഇതോടെ തൊഴിലാളികൾക്ക് ജോലിയെടുക്കാൻ പോലും ആകാത്ത സ്ഥിതിയായി. പലപ്പോഴും ആക്രമണവും ഉണ്ടായി. ആനകളെത്തി മാലിന്യം കഴിക്കുന്നത് പതിവായതോടെ പഞ്ചായത്ത് മാലിന്യം നീക്കം ചെയ്തു. പിന്നാലെ വീണ്ടും മാലിന്യ കൂമ്പാരമുയർന്നു. ഇതോടെ ആനകൾ ഇവിടം വിട്ടു പോകാത്ത സ്ഥിതിയായി. പരിസരത്തെത്തുന്നത് തടയാൻ വേലി ഒരുക്കണമെന്ന ആവശ്യം ഇതുവരെയും നടപ്പായില്ല. അപകടകാരികളായ ആനകൾ പ്ലാന്റിൽ നിൽക്കുന്നത് മൂലം വലിയ ആശങ്കയിലാണ് തൊഴിലാളികൾ. മാത്രമല്ല, പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം ആനകൾ ഭക്ഷിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയേക്കും. ന്യൂസ് 18 ഇടുക്കി. കൊട്ടാരക്കര പുത്തൂരിൽ വേനൽ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക കൃഷിനാശം. 1.5 ഏക്കറോളം കൃഷിയിടത്തെ ഏത്തവാഴകളാണ് നശിച്ചത്. കൃഷിവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. കൊടുംചൂടിൽ മഴ ലഭിച്ചത് കർഷകർക്ക് വളരെ ആശ്വാസമായെങ്കിലും വീശിയടിച്ച കാറ്റ് കർഷകരെ കണ്ണീരിലാക്കി. പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി കൃഷി ചെയ്ത ബാബുവിന്റെ 100-ലേറെ ഏത്തവാഴകൾ കാറ്റിൽ നശിച്ചു. 1.5 ഏക്കറോളം സ്ഥലത്തെ ഏത്തവാഴകളിൽ ഇനിയുള്ളത് നാമം മാത്രമാണെന്ന് കർഷകൻ പറയുന്നു. ആദായം എടുക്കാറായ സമയത്താണ് ഈ ഒരു പ്രകൃതി എന്നെ 22-ാം തീയതിയുള്ള ആ ഉച്ചയ്ക്കുള്ള ഒരൊറ്റ കാറ്റിൽ എന്നെ തളർത്തിക്കളഞ്ഞത്. ഏതാണ്ട് കുറഞ്ഞ ഒരു 3-4 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് എനിക്ക്. സമീപ സ്ഥലത്തെ വാഴ കർഷകർക്കും നഷ്ടം സംഭവിച്ചു. കുളക്കട ഗ്രാമപഞ്ചായത്തിലെ താഴത്തു കുളക്കട, തെങ്ങമണൽ, ഏലായിലും സമാനമായ രീതിയിൽ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. വലിയ നഷ്ടമാണ് പലരും നേരിടുന്നത്. കടം വാങ്ങിയും പലിശക്കെടുത്തുമൊക്കെ ഇറക്കിയ കൃഷിയാണ് കാറ്റിൽ നിലം പതിച്ചത്. സഹായമെത്തിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കപാത നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രദേശവാസികൾ. 3 സ്കൂളുകളും ദേവാലയങ്ങളും ഉൾപ്പെടെ തുരങ്കപാതയുടെ DPRൽ ഉൾപ്പെട്ടതിനെതിരെയാണ് പ്രതിഷേധം. സർക്കാർ ഇടപെടൽ വൈകിയാൽ രണ്ടാം വിഴിഞ്ഞം സമരത്തിന് തയ്യാറെടുക്കുകയാണ് ജനകീയ സമരസമിതി. ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ മുതൽ വിഴിഞ്ഞം കരിമ്പള്ളിക്കര വരെയാണ് 9.43 കിലോമീറ്റർ ദൈർഘ്യമുള്ള നിർദ്ദിഷ്ട തുരങ്കപാത. വിഴിഞ്ഞം തുറമുഖം ദക്ഷിണ റെയിൽപാതയുമായി ബന്ധിപ്പിച്ച് റെയിൽ മാർഗമുള്ള ചരക്ക് നീക്കം സുഗമമാക്കാൻ ലക്ഷ്യമിട്ട് 1482.92 കോടി രൂപയുടെ പദ്ധതിക്കാണ് സർക്കാർ അംഗീകാരം നൽകിയത്. കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് പദ്ധതിയുടെ DPR സമർപ്പിച്ചത്. 10.7 കിലോമീറ്റർ റെയിൽപാതയിൽ 9.43 കിലോമീറ്ററാകും തുരങ്കപാത. എന്നാൽ 500ഓളം കുടുംബങ്ങളെ പ്രദേശത്ത് നിന്ന് കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് പുതിയ DPRന് അംഗീകാരം നൽകിയിരിക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. ഞങ്ങളുടെ തീരം ഒരു 3 കിലോമീറ്ററോളം ഉണ്ടായിരുന്ന തീരം 2.5 കിലോമീറ്ററോളം ഞങ്ങൾ വിട്ടുകൊടുത്തു ഈ പദ്ധതിക്കായിട്ട്. ബാക്കി ഇനി ഒരു
300-400 മീറ്ററേ തീരമുള്ളൂ. ആ തീരത്തെ നശിപ്പിക്കുന്ന രീതിയിലും 500-ലധികം കുടുംബങ്ങൾ 500-ലധികം വീടുകൾ ഇരിക്കുന്ന ഏരിയയ്ക്ക് അകത്തുകൂടെ ഈ റെയിൽവേ വരുന്നതിനെ ഞങ്ങൾ ശക്തിയുക്തം എതിർക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിനകത്ത് നിന്നും തുടങ്ങുന്ന റെയിൽപാത തുറമുഖത്ത് നിന്നും 150 മീറ്റർ ദൂരത്ത് നിന്ന് തന്നെ ടണലിൽ പ്രവേശിക്കും. വിഴിഞ്ഞം മുക്കോല ബാലരാമപുരം റോഡിൽ സമാന്തരമായി പോകുന്ന ഭൂഗർഭ റെയിൽപാത ഭൂനിരപ്പിൽ നിന്നും 30 മീറ്റർ താഴ്ചയിലൂടെയാവും കടന്നു പോവുക. ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിഴിഞ്ഞത്തിനടുത്തുള്ള മുക്കോല വരെ ഭൂഗർഭ മാർഗമെത്തി തുടർന്ന് കോട്ടപ്പുറം പള്ളിക്ക് സമീപത്തുകൂടി വലിയ കടപ്പുറത്ത് പ്രവേശിക്കുകയും പിന്നീട് പാലത്തിലൂടെ റെയിൽപാത വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീളുകയും ചെയ്യുന്ന തരത്തിലാണ് നിലവിലെ DPR. എന്നാൽ 3 സ്കൂളുകളും കോട്ടപ്പുറം സെന്റ് മേരീസ് ദേവാലയ പരിസരവും പുതിയ DPRൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് വിശ്വാസികളുടെയും പ്രദേശവാസികളുടെയും ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. 500ഓളം വീടിരിക്കുന്നതിൻ്റെ നടുക്ക് കൂടെ ഈ ചുരങ്ക പദ്ധതി വരിക, പിന്നെ ഈ ആകപ്പാടുള്ള തീരം അതിനെ കവർന്ന് കൊണ്ടുപോവുക. അപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ ഇനി അവരുടെ ഏറ്റനങ്ങൾ എവിടെ വയ്ക്കും? മത്സ്യത്തൊഴിലാളി ഏത് തീരത്തിൽ കൊണ്ട് അടുക്കും? ഇതൊന്നും ചിന്തിക്കാതെ ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ട് ഇങ്ങനെ ഒരു DPR തയ്യാറാക്കിയതിനോട് ഞങ്ങൾ ശക്തിയുക്തം എതിർക്കുന്നു. പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടൽ വൈകിയാൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. ആമയിഴഞ്ചാൻ തോട്ടിൽ അപകടത്തിൽപ്പെട്ട് മരിച്ച തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. തിരുവനന്തപുരം നഗരസഭയും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ഒരുക്കി നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. 2024 ജൂലൈ 13 തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച മാരായമുട്ടം വടകര സ്വദേശി ജോയിയുടെ കുടുംബത്തിനാണ് വീടൊരുങ്ങുന്നത്. സർക്കാർ പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം അവർ നിവൃത്തിയാക്കി ഇനി അടുത്ത മഴക്കാലം വരുന്നതിന് മുമ്പേ ഒരു വീട് വെച്ച് കിട്ടിയാൽ മാത്രം നന്നായിരിക്കും. ശുചീകരണത്തിന് റെയിൽവേയുടെ സഹകരാറുകാരനായിരുന്ന ജോയിയെ കാണാതായ സമയം മുതൽ ജോയിക്ക് വീടില്ലാത്ത അവസ്ഥയും ജോയിയുടെ അമ്മ മെൽഗി അനുഭവിക്കുന്ന ദുരവസ്ഥകളും മാധ്യമങ്ങളിലൂടെ സമൂഹത്തിന്റെ മുന്നിൽ എത്തിച്ചിരുന്നു. ഇവ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനത്തിന്റെ ഫലമായാണ് ശിലാസ്ഥാപനം നടന്നത്. മാരായമുട്ടം അണമുഖത്തിന് സമീപം ചുള്ളിയൂരിൽ ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപ ചെലവഴിച്ച് വാങ്ങി നൽകുന്ന സ്ഥലത്താണ് വീടൊരുങ്ങുന്നത്. ഏകദേശം 650 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണ ചുമതല നഗരസഭയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും അനുവദിച്ചു നൽകുന്ന 4 ലക്ഷത്തിന് പുറമെ സുമനസ്സുകളിൽ നിന്ന് സമാഹരിക്കുന്ന തുകകളും ഉൾപ്പെടുത്തിയായിരിക്കും വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഒപ്പം ഒരുപാട് ദുഃഖമുണ്ട്. ഒരു ജീവൻ്റെ വില എന്ന് പറയുമ്പോൾ നമുക്കിതൊന്നും അല്ല. നമുക്ക് എന്ത് കിട്ടിയാലും ആങ്ങളെ പോയി അതിലേറെ വിഷമമുണ്ട്. അങ്ങേയറ്റം ധാർമ്മികതയോടുകൂടിയുള്ള സമീപനമാണ് സംസ്ഥാന സർക്കാർ ജോയിയുടെ കുടുംബത്തോട് കാണിച്ചതെന്നും അതിന്റെ വിപരീതമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. ആമയിഴഞ്ചാൻ തോട്ടിലെ തന്നെ സംഭവത്തിന്റെ ഉത്തരവാദി റെയിൽവേ ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, റെയിൽവേ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ള നിലപാടാണ് ആദ്യം സ്വീകരിച്ചത്. റെയിൽവേ ഏർപ്പെടുത്തിയ കരാർ തൊഴിലാളിയായിരുന്നു. നിയമപരമായിട്ടുള്ള ബാധ്യതയുടെ അടിസ്ഥാനത്തിലല്ല സർക്കാർ ഈ കുടുംബത്തെ സഹായിച്ചത്. സംസ്ഥാന സർക്കാർ അതൊരു ധാർമ്മിക ബാധ്യതയായിട്ടാണ് സർക്കാർ അതിന് ഞങ്ങളെല്ലാം റെയിൽവേ ആണെന്ന് പറഞ്ഞുള്ള നിലപാടേ അല്ല സ്വീകരിച്ചത്. പക്ഷേ റെയിൽവേ എടുത്ത നിലപാടെന്നായിരുന്നു ഞങ്ങൾക്കൊരു പങ്കുമില്ല, ഉത്തരവാദിത്വമില്ല എന്നതാണ്. അവസാനം കോടതി ഇടപെട്ടപ്പോൾ കൊടുക്കേണ്ടി വന്നു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ CK ഹരീന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ട കലഞ്ഞൂർ ATM മോഷണ ശ്രമത്തിൽ പ്രതി പിടിയിൽ. കൂടൽ സ്വദേശി പ്രവീണാണ് പിടിയിലായത്. ഇന്നലെ രാത്രിയാണ് കലഞ്ഞൂർ ഹൈസ്കൂൾ ജംഗ്ഷന് സമീപമുള്ള ഗ്രാമീൺ ബാങ്ക് ATMൽ മോഷണശ്രമമുണ്ടായത്. ഉടൻ ചിത്രമുൾപ്പെടെ ഓഫീസിൽ സന്ദേശമായി എത്തി. ഇതോടെ ബാങ്ക് അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു. ATM തകർക്കാൻ ശ്രമിച്ചയാളുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ദൃശ്യത്തിൽ നിന്ന് പ്രദേശത്ത് തന്നെയുള്ളയാളാണെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്നാണ് കൂടൽ സ്വദേശി പ്രവീൺ പിടിയിലായത്. ലഹരിക്കടിമപ്പെട്ട് പണം അപഹരിക്കാൻ ATMൽ എത്തിയെന്നാണ് വിവരം. ATM തകർത്ത് പണമെടുക്കാനായിരുന്നു ഇയാളുടെ ശ്രമം. പ്രദേശത്ത് സ്കൂൾ ആക്രമിച്ച കേസിലും പ്രതിയാണ് പ്രവീൺ. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. കോതമംഗലം കോട്ടപ്പടിയിൽ കാട്ടാന വീണ് തകർന്ന കിണറിന്റെ പുനർനിർമ്മാണം പൂർത്തിയായി. 2024 ഏപ്രിൽ 12 പുലർച്ചെയാണ് കോട്ടപ്പടി മുട്ടത്തുപാറയിലെ പുരയിടത്തിലുള്ള കിണറിൽ കാട്ടാന വീണത്. കിണറിന്റെ വശങ്ങൾ ഇടിച്ചാണ് ആനയെ കരയ്ക്കു കയറ്റി വിട്ടത്. നിരവധി വീടുകൾ
കുടിവെള്ളത്തിനായി ഉപയോഗിച്ചിരുന്ന കിണർ ഉടനെ നന്നാക്കി നൽകുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയെങ്കിലും 1 വർഷമാകാറായിട്ടും നന്നാക്കിയില്ല. മാത്രമല്ല, അന്ന് പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. പ്രതിഷേധത്തെ തുടർന്ന് ആന്റണി ജോൺ MLA വിഷയത്തിൽ ഇടപെടുകയും ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 2,12,800 രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുരയിടത്തിലേക്ക് വഴി സൗകര്യമില്ലാത്തതിനാൽ വർക്ക് ഏറ്റെടുക്കാൻ ഒരു കരാറുകാരും തയ്യാറായില്ല. ആന്റണി ജോൺ MLAയുടെ ഇടപെടലിന്റെ ഭാഗമായി തൊട്ടടുത്ത ദിവസം തന്നെ കിണറിന്റെ നല്ല നിലയിലുള്ള പുനരുദ്ധാരണത്തിന് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 2,12,800 രൂപ അനുവദിച്ച് വർക്ക് ടെൻഡർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പറമ്പിലേക്ക് വഴി സൗകര്യമില്ലെന്ന കാരണത്തിൽ കരാർ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. ഒടുവിൽ പഞ്ചായത്ത് കൂടി ഇടപെട്ട് പരിശ്രമിച്ചാണ് കരാറുകാർ എത്തുന്നതും പുനർനിർമ്മാണം പൂർത്തിയാക്കുന്നതും. അല്പം വൈകിയാണെങ്കിലും കിണർ പുനർനിർമ്മിച്ച് നൽകിയതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്ന് കിണറുടമ സിജു പറഞ്ഞു. അപ്പോൾ ഈ കിണർ നമുക്ക് ഭംഗിയെടുത്ത് തരാൻ സഹായിച്ച ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, അതുപോലെയുള്ള ജില്ലാ കളക്ടർ, MLA അങ്ങനെയുള്ള പ്രമുഖ എല്ലാ വ്യക്തികളെയും ഞാൻ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അവരെ സ്നേഹിക്കുന്നു. പുനർനിർമ്മിച്ച കിണറിന്റെ സമർപ്പണം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു. കിണറിന്റെ പുനർനിർമ്മാണത്തിന് നിരവധി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും എല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. വലിയ പ്രതിഷേധവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും കൃത്യമായി പറഞ്ഞിരുന്നു, ഈ പ്രശ്നത്തിനകത്ത് പരമാവധി സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഒരു ഇടപെടൽ ഉണ്ടാകും, അതിൽ ആ നിലയിൽ തന്നെ നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അന്ന് പത്രോസേട്ടനും കുടുംബത്തിനും കൊടുത്തിട്ടുള്ള വാക്കാണ് ഇപ്പോൾ സർക്കാർ പാലിച്ചിട്ടുള്ളത്. ന്യൂസ് 18 കോതമംഗലം. ലഹരിക്കെതിരെ സംഘടിച്ച അഞ്ചലിലെ വ്യാപാരികൾ അഞ്ചൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ റാലിയും ബോധവൽക്കരണ ക്ലാസും പൊതുസമ്മേളനവും നടത്തി. അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ലഹരിക്കെതിരെയുള്ള റാലിയിൽ നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് വ്യാപാരികളും പങ്കെടുത്തു. പൊതുസമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് A. നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. പുതിയ ജനറേഷനെ തലമുറയെ നല്ല വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി വ്യാപാരി വ്യവസായികൾ എടുത്ത ഈ തീരുമാനം എന്തുകൊണ്ടും വളരെ നല്ലതായ ഒരു കാര്യമാണ്. ഈ തീരുമാനമെടുത്ത ഈ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾക്ക് എല്ലാവിധ ആശംസകളും ആദ്യമായി തന്നെ അറിയിക്കുകയാണ്. തുടർന്ന് ലഹരിക്കെതിരെ അഞ്ചൽ ആനന്ദ് ഭവൻ വിദ്യാർത്ഥികളുടെ ഗാനാലാപനവും കരുകോൺ നാഷണൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് അഞ്ചൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തുടക്കമായത്. കേരള വ്യാപാരി വ്യവസായി സമിതി യൂത്ത് വിംഗ് അഞ്ചൽ യൂണിറ്റ് പ്രസിഡന്റ് അസ്ലം പൊതുസമ്മേളനത്തിൽ അധ്യക്ഷനായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് S. ദേവരാജൻ, പുനലൂർ എക്സൈസ് ഇൻസ്പെക്ടർ ഷമീർ ഖാൻ, അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 അഞ്ചൽ. മലപ്പുറം വണ്ടൂർ ചെട്ടിയാറമ്മലിൽ എല്ലാ വർഷവും റംദാൻ 25-ന് വ്യത്യസ്തമായ ഒരു നോമ്പുതുറ നടക്കും. കപ്പത്തുറവി എന്ന പേരിട്ട ഈ ഇഫ്താർ ആഘോഷത്തിന്റെ മുഖ്യ ആകർഷണം പേര് സൂചിപ്പിക്കും പോലെ കപ്പയും പിന്നെ ബീഫുമാണ്. നാട്ടുകാർ ഒന്നാകെ ഒന്നിച്ച് ആഘോഷമാക്കുന്ന കപ്പത്തുറവിയുടെ വിശേഷങ്ങൾ കാണാം. അല്പം വ്യത്യസ്തമാണ് വണ്ടൂർ ചെട്ടിയാറമ്മലിലെ സമൂഹ നോമ്പുതുറ. കപ്പതുറവി എന്നറിയപ്പെടുന്ന നോമ്പുതുറയിൽ വിളമ്പുന്നത് കപ്പയും പൂത്തും ഒരു ചെമ്പിലിട്ട് പാചകം ചെയ്തതാണ്. കപ്പ ബിരിയാണി തന്നെ. 36 വർഷം മുൻപാണ് ആദ്യമായി ചെട്ടിയാറമ്മലിൽ റമദാൻ 25-ന് കപ്പയും ബീഫും തയ്യാറാക്കിയത്. അന്ന് 15 കിലോയിൽ തുടങ്ങിയത് ഇന്ന് എത്തി നിൽക്കുന്നത് 720 കിലോയിലാണ്. 375 കിലോ ബീഫും 725 കിലോ കപ്പയുമാണ് ഇത്തവണ കപ്പ തുറവിക്ക് ഉപയോഗിച്ചത്. ഏകദേശം 720ഓളം കിലോ കപ്പയാണ് ഇപ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 400ഓളം കിലോ ബീഫുമാണ് ഇപ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് പിന്നെ വർഷം തോറും പുരോഗമിച്ച് വരികയാണ്. കപ്പതുറവിയുടെ ഓരോ മേഖലയും കൈകാര്യം ചെയ്യുന്നത് ഓരോ സംഘങ്ങളാണ്. അതിന്റെ ചെലവ് വഹിക്കുന്നതും അവർ തന്നെ. ഇത്തവണ 3000-ലധികം പേർക്കാണ് കപ്പതുറവിയുടെ ഭാഗമായി ഭക്ഷണം നൽകിയത്. റമദാൻ 25-നാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നടത്തൽ. അതാ പ്രാവശ്യം അങ്ങനെ നടത്തി, പിന്നെ പിറ്റത്തെ പ്രാവശ്യം നടത്തി. പിന്നെ ഇതിങ്ങനെ ഞങ്ങൾ ഓരോരുത്തർ തലമുറ ഇങ്ങനെ ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഇത്തവണ 3 ലക്ഷത്തോളം രൂപ ചെലവ് വന്നിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക്. 25 ദിവസത്തെ നോമ്പിനാണ് ആദ്യമായി കപ്പ തുറവി തുടങ്ങിയത്. വർഷങ്ങൾക്കിപ്പുറവും ആ തീയതി മാറ്റാൻ പുതിയ തലമുറ തയ്യാറായിട്ടില്ല. നോമ്പ് തുറയായി തുടങ്ങിയത് ഇന്ന് എല്ലാ വിഭാഗം മതസ്ഥരും ഉൾപ്പെട്ട് നാടിന്റെ ഐക്യം വിളിച്ചോതുന്ന ആഘോഷമായി മാറിയിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം.
കൃഷിക്കും ഭവന നിർമ്മാണത്തിനും ശുചിത്വത്തിനും മുൻഗണന നൽകി കാസർഗോഡ് പടന്ന ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബുഷ്ര ബജറ്റ് അവതരിപ്പിച്ചു. വയോജന സൗഹൃദ സെന്റർ, മിനി ഓപ്പൺ ഓഡിറ്റോറിയം, ഗവൺമെന്റ് UP സ്കൂൾ അസംബ്ലി ഹാൾ, തീരദേശ റോഡ് പുനരുദ്ധാരണം, മുട്ടക്കോഴി വളർത്തൽ, പോത്തുകുട്ടി വിതരണം, മത്സ്യവിപണന കേന്ദ്രം തുടങ്ങിയ പദ്ധതികൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇന്ന് ലോക നാടക ദിനമാണ്. കേരളത്തിലെ നാടകപ്രേമികൾ ഒരിക്കലും മറക്കാത്ത നാടകങ്ങളിലൊന്നാണ് കക്കുകളി. വിവാദ നാടകത്തിന്റെ പശ്ചാത്തലത്തിൽ നെയ്ത്തൽ എന്ന നാടക സമിതി തന്നെ പൂട്ടിപ്പോയി. എന്നാൽ കലയും കലാകാരനും അസ്തമിക്കില്ലെന്ന് നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നെയ്ത്തൽ ഇന്ന് മരുതമായി പുനർജനിച്ചിരിക്കുകയാണ്. വിമർശിച്ചവർക്ക് മറുപടിയായി ഇത്തവണത്തെ 3 സംസ്ഥാന അവാർഡുകളാണ് ഈ നാടക സമിതി നേടിയെടുത്തത്. ഇന്ന് ലോക നാടക ദിനമാണ്. നമ്മളോടൊപ്പം ആലപ്പുഴയുടെ കനാൽക്കരയിലുള്ളത് മാടമോക്ഷം എന്ന ടീമിൻ്റെ മരുതം എന്ന നാടക ട്രൂപ്പിൻ്റെ ഒരു സംഘാംഗങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. പ്രമുഖരായ പലരുമുണ്ട്. ഒപ്പം തന്നെ തിയേറ്റർ രംഗത്ത് വളരെ പഴക്കം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഈ ടീമിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിവിധ തലമുറകളിലൂടെ കടന്നു പോകുന്ന ഒരു സംഭാഷണത്തിലൂടെയാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. സന്തോഷം. നാടകമാണ് എല്ലാം തന്നത്, ജീവിതവും തന്നത്, എല്ലാം തന്നത്. ഇപ്പോൾ ഈ നമ്മൾ സംസാരിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചെല്ലാം നാടകമാണ്. ആ 3 അക്ഷരത്തെ ചെന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ ജീവിതം വല്ലാതായിപ്പോനെ. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആളാണ്. അവിടുന്ന് ഞാൻ നാടകത്തിലെത്തി, നാടകം കണ്ട് എൻ്റെ വീട്ടിലെ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെയൊക്കെ എത്തിയത്. അതെല്ലാം മാറി ഞാൻ നാടകക്കാരനായപ്പോൾ എൻ്റെ വീടിന് മൊത്തത്തിൽ ഒരു മാറ്റം കിട്ടി. അതാണ് ഞാൻ ജീവിതം കിട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ നാടകം എൻ്റെ ജീവനാണ്, ചോറാണ്. നാടകം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം വീടും സിനിമ വാടക വീടുക. അവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും പറഞ്ഞോളാം. പക്ഷേ എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ വിടുന്നില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. സിനിമയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്നവർ തെറ്റിദ്ധരിക്കാൻ വേണ്ട. സിനിമ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സിനിമ ഉണ്ട്. മരുതം തിയേറ്റേഴ്സിൻ്റെ ഹെഡാണ് ഈ നിൽക്കുന്നത്. മാടൻ മോക്ഷം എന്ന് പറഞ്ഞൊരു നാടകമാണ് കളിക്കുന്നത്. ഫുൾ ടീം ഇവിടെ വന്നിട്ടില്ല. ഇല്ല, കുറച്ച് പല സ്ഥലങ്ങളിലുള്ള ഇപ്പോൾ എറണാകുളത്താണ് സെറ്റിലായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി നിൽക്കുന്നു. ഈ നല്ല നടൻ എന്ന് പറഞ്ഞവർ കിട്ടുമ്പോൾ ആ നല്ല നടനാക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി പണിയെടുത്തവരാണ് എൻ്റെ പുറകിൽ നിൽക്കുന്നത്. മാടമോക്ഷത്തിലേക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വിവാദങ്ങൾ ഇങ്ങനെ പുറകെ വരും. ഈ കക്കുകളി നമുക്ക് വല്ലാത്തൊരു വിവാദവും വല്ലാത്ത സംഘർഷവും വല്ലാത്ത അവസ്ഥയുമൊക്കെ സൃഷ്ടിച്ച ഒന്നാണ്. കാരണം വളരെ സ്വാഭാവികമായ ആ നാടകം മുന്നോട്ട് വരികയും അത് പ്രേക്ഷകർ വളരെ കാര്യമായ നാടകത്തെ ഏറ്റെടുക്കുകയും കേരളത്തിൽ ധാരാളം വേദികൾ കിട്ടുകയും ചെയ്ത സമയത്താണ് യാഥാസ്ഥിതികരായ ഒരു വിഭാഗം പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ആ നാടകത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ഞങ്ങളതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാടകം ശരിക്കും പറഞ്ഞാൽ നാടിൻ്റെ സ്പന്ദനങ്ങളെ പ്രതിഫലിപ്പിക്കുകയാണ്. അപ്പോൾ നാടിൻ്റെ സമൂഹത്തിലുണ്ടാകുന്ന സ്പന്ദനങ്ങളാണ് നാടകത്തിലേക്ക് പുറത്തേക്ക് വരുന്നത്. ഇത് പലപ്പോഴും ഈ ആരാണോ ഇതിൻ്റെ പ്രതിലോഭകരമായി നിൽക്കുന്നത് അവർക്കിതിനെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത്തരം ഇപ്പോൾ യാഥാസ്ഥിതികത വല്ലാതെ വളർന്നു വരുന്നൊരു സമൂഹത്തിൽ ചില സത്യങ്ങൾ പറയാൻ നാടകക്കാർ ബാധ്യസ്ഥരാണ്. ഈ സത്യങ്ങൾ എപ്പോഴും കയ്പുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ശക്തമായ എതിർപ്പുകളെ നേരിടേണ്ടി വരും. ഞങ്ങൾ ഇതിനിടയിൽ ഒരു ചെറിയ നാടകം വേറെ അവതരിപ്പിക്കുന്നുണ്ട്, ഭക്തക്രിയ. ഇതേപോലെ തന്നെ വളരെ ശക്തമായി ഇതേ വിഷയം കേരളത്തിൽ പറയാൻ ശ്രമിക്കുന്നൊരു നാടകമാണ്. പിന്നെ ഇത് മികച്ച സംവിധായകനായി മാറിയ ഒരാളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കക്കുകളിയിൽ ഉണ്ടായ ഒരു വിവാദത്തിന് ശേഷം പുതിയൊരു നാടകത്തിലേക്ക് പോകുമ്പോൾ വല്ല ഭയവും ഉണ്ടായിരുന്നു? ഇല്ല, പേടിയില്ല. വിവാദം ഉണ്ടാക്കുകയല്ലേ, ഞങ്ങളല്ല, ആളുകൾ. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയ വിവാദമാണ്. അത് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ആഴത്തിലുള്ള പിന്നെ ഏറ്റവും ബേസിലുള്ള മനുഷ്യരെ പറ്റിയിട്ട്, അവൻ്റെ ഭൂമിയെ പറ്റിയിട്ട്, മണ്ണിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ മരുതം തിയേറ്റർ ഗ്രൂപ്പ് ഇത് മുഴുവൻ വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ ഈ അവാർഡിന് ശേഷം എന്ന് പറയുന്നത് അത് ഞങ്ങൾക്ക് വലിയ 3 അവാർഡുകൾ കിട്ടിയല്ലോ. പ്രധാനപ്പെട്ട 3 അവാർഡുകൾ കിട്ടി. വലിയ സന്തോഷത്തിലാണ്, വലിയ ശക്തിയിലാണ്. ഇപ്പോൾ ഏതാണ്ട് 20ഓളം ബുക്കിങ് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ 20ഓളം ബുക്കിങ് വന്നിട്ടുണ്ട്. കക്കുകളിയിലെ അംഗമായിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ വിവാദങ്ങൾ കണ്ടു കേട്ട് പഠിച്ചു വന്നതുകൊണ്ട് വിവാദങ്ങളെ ഇനിയിപ്പോൾ അഭിമുഖീകരിക്കാമെന്നൊരു ധൈര്യമായി. സംസാരിക്കുന്നവരോട് എപ്പോഴും പ്രതിഷേധങ്ങളുണ്ടാവും അല്ലേ? ആ പ്രതിഷേധങ്ങളെ അതിജീവിക്കുക എന്നുള്ളതാണ് നാടകക്കാരൻ്റെ ലക്ഷ്യം. സമൂഹത്തിൽ എങ്ങനെ എന്ത് സംഭവിച്ചാലും അതിനെ എതിർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമേ ഞങ്ങൾ ഇനിയും മരുതത്തിലൂടെ സംസാരിക്കൂ. അത് തന്നെയാണ് നെയ്തലിൽ ചെയ്തത്. നാടകവും ഞങ്ങൾ ചെറുപ്പം മുതലേ ഈ പറയുന്ന ടീമിൻ്റെ ഒപ്പമുള്ളവരാണ്. ഞാൻ തിയേറ്ററാണ് പഠിക്കുന്നത്. നാടകം സംസാരിക്കുന്നത് അതൊരു വിനോദം മാത്രമല്ല. അതിനപ്പുറം ഒരു കൃത്യമായ നിലപാട്, കൃത്യമായ ഒരു ആശയം, കൃത്യമായ ഒരു രാഷ്ട്രീയം പറയുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച നാടകം. ക്രിസ്തുവേഷത്തിൽ പോയി കോടതി നിൽക്കേണ്ടി വന്നതാണ്. അതെ ക്രിസ്തുവായിട്ട് തന്നെ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കി. കാര്യങ്ങൾ അറിയാതെയാണ് നാടകത്തെ കണ്ണോടിച്ച് എതിർക്കുന്നത്. നാടകം പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ജനങ്ങളുടെ അപ്പവും സ്വാതന്ത്ര്യമൊക്കെയാണ്. മതമൗലികവാദം തലയ്ക്ക് പിടിച്ച ആൾക്കാർ പല ഘോഷികളിലും കാണിക്കും. നെയ്തൽ തിരിച്ചടി നേരിട്ടപ്പോൾ 3 അവാർഡുകൾ കൊണ്ട് മറുപടി പറഞ്ഞുകൊണ്ടാണ് മരുതം തിയേറ്റേഴ്സ് ഇപ്പോൾ തലയുയർത്തി എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ തന്നെയാണ് നാടകവും. എല്ലാ കാലത്തും അടിച്ചമർത്തപ്പെടുന്ന ഘട്ടത്തിലൊക്കെ തന്നെയും അത് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടേയിരിക്കും. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.
ഓവർടേക്കിംഗിന് നിയന്ത്രണമുള്ള റോഡിലൂടെ അതിവേഗത്തിൽ വന്ന KSRTC ബസ്സിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണാർക്കാട് നൊട്ടമല വളവിന് സമീപമായിരുന്നു അപകടം. പത്തനംതിട്ട നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെ CITU പ്രവർത്തകർ മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രതിഷേധവുമായി ശുചീകരണ തൊഴിലാളികൾ. അക്രമം നടത്തിയ CITU നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യം. ചട്ടം ലംഘിച്ച് CITU പ്രവർത്തകർ ടൗൺ സ്ക്വയറിൽ കെട്ടിയ കൊടികൾ അഴിച്ചുമാറ്റിയതിനായിരുന്നു മർദ്ദനം. മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. ശുചീകരണം ചെയ്യാൻ ഇറങ്ങുന്ന ജോലിക്കാരാണ്. എന്ത് വന്നാലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഞങ്ങൾ ഈ റോഡ് വൃത്തിയാക്കി ഞങ്ങൾ നഗര കണ്ണാടിയാക്കി ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോലും പോകുന്നത്. അത്തരത്തിലൊരു വ്യക്തിയോട്, ഞങ്ങളിൽ ഒരാളായ വ്യക്തിയോട് ഈ രീതി, സ്ത്രീ ആണേലും പുരുഷനാണേലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥര് തരുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ഇത് ചെയ്യാൻ പോയത്, കൊടിയഴിക്കാൻ പോയത്. പക്ഷെ ഞങ്ങളുടെ ഒരു ശുചീകരണ തൊഴിലാളി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ എല്ലാ ജില്ലകളിലുള്ള ശുചീകരണ തൊഴിലാളികൾക്ക് കിട്ടിയ അടിയിലൊന്നായിട്ടാണ് ഞങ്ങൾ ഇതിനെ കരുതുന്നത്. ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് കാട്ടി കേന്ദ്രത്തിന് കത്തയച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. പക്ഷേ മറുപടി ലഭിച്ചില്ല എന്നും മന്ത്രി പറഞ്ഞു. അതിനെപ്പറ്റി അന്വേഷണം നടത്താൻ വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാതല നിക്ഷേപക സംഗമം സാങ്കേതിക ശില്പശാലയും സമാപിച്ചു. വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കേരളത്തിലെ നിക്ഷേപ സംരംഭ മേഖലയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന സർക്കാർ പദ്ധതികളും സേവനങ്ങളും പരിപാടിയിൽ വിശദീകരിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾക്കും സംരംഭ മൂലധനത്തിനുമുള്ള സംവിധാനങ്ങൾ ചർച്ച ചെയ്തു. ലോയിഡിന്റെ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഡിസൈനർ എയർ കണ്ടീഷണർ സെഗ്മെന്റിന്റെ കേരളത്തിലെ ഫസ്റ്റ് ലോഞ്ച് ഇടപ്പള്ളിയിലെ പിട്ടാപ്പിള്ളിൽ ഏജൻസി ഡിജി പാർക്കിൽ നടന്നു. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളി, CEO കിരൺ വർഗീസ് എന്നിവർ ചേർന്ന് ലോഞ്ചിംഗ് നിർവഹിച്ചു. ലോയിഡ് ജനറൽ മാനേജറും കേരള റീജൻ ഹെഡുമായ പ്രിയേഷ് കുമാർ, ഏരിയ മാനേജർമാരായ സിജിൻ, രാജ്മോൻ, മാർക്കറ്റിംഗ് മാനേജർ മണികണ്ഠൻ, പിട്ടാപ്പിള്ളിൽ സ്റ്റോർ മാനേജർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,235 രൂപ, പവന് 65,880 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 6,800 രൂപ, പവന് 54,400 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ, കിലോയ്ക്ക് 1,10,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.